ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു കുഞ്ഞു വ്ളോഗ് അത്രയേ ഉള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിൽ നിന്ന് ചെറിയൊരു ഫംഗ്ഷനും കാര്യമൊക്കെ ഉണ്ട്. നമ്മുടെ ഹിബ മോളുടെ ബർത്ത്ഡേ നിന്നും അവൾക്ക് ഇന്നേക്ക് 1 വയസ്സ് തികയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഫംഗ്ഷനാണ് ഇന്ന് വീട്ടിലുള്ളത്. അപ്പോൾ നമ്മൾ ഫാമിലിയെല്ലാമായിട്ട് കുറച്ച് പേരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 70 പേരെ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളതായ രീതിയിൽ നമ്മൾ ഒന്ന് ഡെക്കറേഷനൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലൊന്നും ഇതാക്കിയിട്ടൊന്നുമില്ല, 7 പരിപാടിയല്ലേ. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെറിയൊരിത് സെറ്റപ്പെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ബർത്ത്ഡേ വ്ളോഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ ബർത്ത്ഡേ പരിപാടി എന്നിട്ട് നമ്മൾ അങ്ങനെ കൂടുതൽ ഇതാക്കാറില്ല. കാരണം സാധാരണ ഇപ്പോൾ ഞാനും ഫാത്തിൻ്റെ റെന്നൻ്റെ ബർത്ത്ഡേ സാധാരണ നമ്മൾ ഫാമിലിയായിട്ട് മാത്രമായിട്ട് വീട്ടിലുള്ളവർ മാത്രം വെച്ചിട്ട് അങ്ങനെ ചെയ്യലാണ്. പക്ഷേ എൻ്റെ അനിയത്തേക്കും ഒരാഗ്രഹം ഫസ്റ്റത്തെ ബർത്ത്ഡേ അല്ലേ, അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ എല്ലാവരായിട്ട് ഒന്ന് വിളിക്കണം, അവരായിട്ട് എൻജോയ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് അവളത്. അപ്പോൾ അങ്ങനെ സാധിച്ചിട്ട് കൊടുത്തത് അത്ര തന്നെ. അപ്പോൾ അങ്ങനെയാന്ന്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ ഫാമിലിയായിട്ട് എല്ലാവരും നല്ല പോലെ എൻജോയ് ചെയ്ത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ എല്ലാവരും വരുമ്പോൾ തന്നെ ഞാനൊരു എൻ്റെതായ സ്പെഷ്യൽ വെൽക്കം ഡ്രിങ്ക് ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, മാംഗോ പൾപ്പിൻ്റെ. അതുവാ ഞാനൊരു ഗ്ലാസ്സിലേക്കെല്ലാം കഴിച്ചിട്ട് എല്ലാവർക്കും ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ തന്നെങ്കിൽ കുറച്ച് പരിപാടി ഇതെല്ലാം ഉണ്ടായിന്, അതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കുപ്പിയെല്ലാം എടുത്ത് ഇങ്ങനെ ഫ്രീസറിലെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ചൂടല്ലേ, അതുകൊണ്ട് കുറച്ച് തണുത്ത വെള്ളം തന്നെ കുടിച്ചോട്ടെ എന്ന് കരുതിയിട്ട് ഫ്രീസറിലെല്ലാം കൊണ്ടുപോയിട്ട് അങ്ങ് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഫാത്തിൻ്റെ റെന്നാൻ്റെ കുറച്ച് ഫോട്ടോസെല്ലാം ഞാൻ എടുത്ത്. കാരണം വീഡിയോസും കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഫോട്ടോസും വീഡിയോസും കിട്ടിയില്ല, അവർ ആകെ ഇതാവും. കാരണം ഭയങ്കര ചൂടല്ലേ. അപ്പോൾ അതിൻ്റെ ഇപ്പം തന്നെ രാവിലെ തന്നെ മടി പിടിച്ച് നിൽക്കുന്നുണ്ട് രണ്ടും. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ രണ്ടാളും ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്ത്. പിന്നെ നമ്മുടെ റെനാക്കുന്നത് ഭയങ്കര മൂഡ് ഓഫാണ്, വീഡിയോസിലും ഫോട്ടോസിലും നേരെ നിൽക്കുന്നില്ല, ഭയങ്കര മൂഡ് ഓഫിലാണ്, ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇതാ രണ്ടാളത് എങ്ങനെയല്ലോ നിർത്തിച്ചിട്ട് രണ്ടാളെ ഫോട്ടോസെല്ലാം എടുത്ത്. ഇതാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേ ഗേൾ ഹിബ. അപ്പോൾ ഡ്രസ്സൊന്നും ഇപ്പോൾ ആക്കിയിട്ടാ, ഇപ്പോൾ സിമ്പിൾ ഡ്രസ്സ് ഇട്ടിട്ട് അങ്ങനെ ഇട്ടെടുത്തിട്ടുണ്ട്. ബർത്ത്ഡേൻ്റെ കേക്ക് കട്ടാക്കുന്ന സമയത്ത് ഡ്രസ്സെല്ലാം ഇടാന്ന് പറഞ്ഞിട്ടുണ്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ബർത്ത്ഡേ ഗേളിൻ്റെ ഫ്രോക്ക്. അപ്പോൾ ഇത് നല്ല ഹെവി വർക്കും കാര്യമെല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇത് ഇട്ടിട്ടാകുമ്പോൾ കുഞ്ഞിക്ക് ഭയങ്കര ഇതാവുന്നിട്ടാണ് കേക്ക് കട്ടാക്കുന്ന ആ ടൈമിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇട്ട് വെച്ചിട്ടുള്ളത്. രാവിലെ തന്നെ ഇട്ട് കൊടുത്തിട്ടൊന്നുമില്ല. അപ്പോൾ ഇതാ കുഞ്ഞോല വന്ന് അവരെല്ലാം പാട്ടെല്ലാം വെച്ച് കൊടുത്തു, നല്ല DJ സോങ്ങെല്ലാം ഇട്ട് കൊടുത്ത് അവരെല്ലാം തുള്ളിച്ചാടലാന്ന്, ഭയങ്കരത്തിൽ കളിക്കലാന്ന്. പിന്നെ കാരണം ഒരു സൈഡിൽ കൂടി നിന്നിട്ടുണ്ടാവുക. കാരണം എന്താ അറിയില്ല, രാവിലെ തന്നെ ഒരു ഭയങ്കര മൂഡ് ഓഫിലാന്നുള്ളത്. പിന്നെ കുഞ്ഞു അങ്ങനെ ഫാമിലി ഓരോന്നോരോ നാളെ വന്നുകൊണ്ട് പിന്നെ നമ്മുടെ അഭിനയസിംഹങ്ങളായ 2 പെൺകുട്ടികളാണ്. വീഡിയോ ഒക്കെ കണ്ടിട്ട് അഭിനയിച്ചിട്ട് ചിരിക്കുന്ന 2 പെൺകുട്ടികളാണ്. പിന്നെ വീഡിയോയിൽ എടുക്കുമ്പോൾ ഇപ്പം ഒന്ന് പറഞ്ഞുകൂടെ എന്നിട്ട് വീഡിയോ എടുപ്പിച്ചതാണ്. അപ്പോൾ അങ്ങനത്തെ 2 ഇത്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഇതായിട്ടുണ്ട്, റന കളിക്കാനെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പിള്ളേരെല്ലാം കാണുമ്പോൾ കുറച്ച് ഇതായി ഹാപ്പി ആയിട്ടുണ്ട്. പിന്നെ കലാപരിപാടികൾ പറഞ്ഞെങ്കിൽ നമ്മുടെ വലിയ കുഞ്ഞോളെ പരിപാടിയാണ്. അവരും കുറേ പ്ലാനെല്ലാം ഇട്ടിട്ട് ഡാൻസും കാര്യമെല്ലാം കളിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചമ്മാക്ക് എന്ന് പറഞ്ഞെങ്കിൽ DJ സോങ് ആണ് വെച്ചിട്ടുള്ളത്. പക്ഷേ എനിക്ക് കോപ്പിറൈറ്റ് വരുന്നത് കൊണ്ട് ഞാൻ മ്യൂട്ടാക്കിയതാണ്. പക്ഷേ ഏടെ DJ സോങ് വെച്ചെങ്കിൽ ഓൾ ഒപ്പന അല്ലാണ്ട് കളിക്കില്ല. കാരണം അവൾക്ക് ഒപ്പന എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ്. ഇനി എങ്ങനത്തെ DJ സോങ് വെച്ചെങ്കിലും ആടെ ഒപ്പന വെച്ചിട്ട് അങ്ങ് കളിക്കും, 2 കൈ കൊട്ട്, അത്രയേ ഉള്ളൂ. അങ്ങനത്തെ ഒരു പെണ്ണത്. പിന്നെ അപ്പോഴേക്ക് നമ്മുടെ കേക്ക് എത്തി, ഓർഡർ ചെയ്ത കേക്ക് എത്തി. ഇത് നമ്മൾ കുറച്ച് ലോങ് നിന്നാണ് കേട്ടോ കേക്ക് ഓർഡർ ചെയ്തത്. ഇവിടെ എത്തുമ്പോൾ കേക്കിൻ്റെ അവസ്ഥ അങ്ങ് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ച് ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് കേക്ക് കട്ടാക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ കേക്കിൻ്റെ അവസ്ഥ കണ്ടിട്ടാകുമ്പോൾ പിന്നെ അതേ സ്പോട്ടിൽ തന്നെ കേക്ക് കട്ടാക്കി കേട്ടോ. കേക്കിൻ്റെ അവസ്ഥ കണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ഇതായിപ്പോയി. ഇപ്പം തലകുത്തി മറിയും ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ട് കേക്ക്. ഇതാ എല്ലാം അടന്നിട്ട് വീണിട്ടുണ്ട്. അതിൻ്റെ ഓരോ സാധനങ്ങൾ എല്ലാം താഴെയുണ്ട്. അപ്പോൾ ഇത് കുറച്ച് ലോങ് ഒന്ന് കൊടുന്നത്, അത് വണ്ടിയിൽ കൊടുന്നതല്ലേ. അപ്പോൾ ഇത് അതുമല്ല, ഭയങ്കര മെൽട്ടായിക്കൊണ്ട് വരുന്നുണ്ട് കേക്കല്ല. കാരണം ചൂടല്ലേ, ചൂടിൽ ഏത് സാധനമാണെങ്കിലും മെൽട്ടായിട്ട് പോകും, അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ
പിന്നെ ഒന്നും ചിന്തിച്ചില്ല. പിന്നെ ഇപ്പോൾ അപ്പനെ കേക്ക് കട്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞെങ്കിൽ അതിൻ്റെ ഒന്നും വീഡിയോ ഫോട്ടോസൊന്നും നേരെ കിട്ടിയില്ലല്ലോ. അതുകൊണ്ട് കുഞ്ഞിക്ക് അതേ സ്പോട്ടിന് തന്നെ പെട്ടത് തന്നെ എല്ലാം ഡ്രസ്സാക്കി കേക്കെല്ലാം കൊടുന്നിട്ട് സെറ്റാക്കുന്നുണ്ട്. ഇപ്പോൾ വീട് ഫുള്ള് പോയിട്ടുണ്ട് കേക്ക്, ഒരു ഇതുമില്ലതാ. ഇത് ഡ്രസ്സ് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ കുഞ്ഞ് കരച്ചിലാന്ന്. ചൂടല്ലേ, ഭയങ്കര ചൂടല്ലേ. അപ്പോൾ കുഞ്ഞിക്ക് ഈ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അലമ്പാന്ന്. അങ്ങനെ ഭയങ്കര കരച്ചിലാന്ന് ഇട്ട് കൊടുക്കുമ്പോൾ. അങ്ങനെ ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്ത് അങ്ങനെ ഒരുവിധം കരച്ചിലെല്ലാം നിർത്തി വെച്ചിട്ടുണ്ടോളെ. അതായത് ഡ്രസ്സെല്ലാം ആക്കിയിട്ട് ഉമ്മാനും മോളെ സ്വീകരിക്കുന്നതാണ് പോപ്പർ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ തനി സ്വഭാവം അവിടെ കാണിച്ച് പോപ്പർ രണ്ടും പൊട്ടുന്നില്ല. രണ്ടാളും മോയായി. അതിൻ്റെ ഒരു ആദ്യം രണ്ടാമത്തേൽ പൊട്ടുന്നു ചോദിച്ചിട്ട് രണ്ടാമത് റീപ്പിറ്റ് അടിച്ചിട്ട് രണ്ടാളും ബേക്കാക്കി. അങ്ങനെ രണ്ടാമതും ശശിക്കുട്ടികളായി രണ്ടാളും. അപ്പോൾ അങ്ങനെ അത് വെറുതെയായി, വേസ്റ്റായി. 2 പേപ്പറും പൊട്ടിയിട്ടാവുക. അങ്ങനെ രണ്ടും വേസ്റ്റായി. അങ്ങനെ നമ്മുടെ ഹിബമോളുടെ ഫസ്റ്റത്തെ ബർത്ത്ഡേൻ്റെ കേക്ക് അങ്ങനെ കട്ട് ചെയ്ത് അങ്ങനെ ഒക്കെ ഇങ്ങനെ കട്ടാക്കാൻ എന്നറിയില്ല, അതിൽ നക്കിയിട്ട് തിന്നുന്നുണ്ട് അവൾ. അപ്പം അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് കേക്കെല്ലാം കട്ട് ചെയ്ത് അങ്ങനെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം വന്ന് കേക്കെല്ലാം കട്ട് ചെയ്ത് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് അങ്ങനെ പിന്നെ നമ്മുടെ കളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഫുഡെല്ലാം കഴിച്ചിട്ടോ, പ്ലാൻ ഇട്ടിട്ട് കളിക്കലാന്ന്. ഇത് നമ്മളുടെ മൻസീറാൻ്റെ എൻ്റെ അനിയത്തിൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് രണ്ടാളും. അവരും നമ്മളെ കൂടെ തന്നെ കൂടിയിട്ട് നല്ല പോലെ ഒന്ന് എൻജോയ് ചെയ്തിട്ട് വൈകുന്നേരം ഒന്ന് പോയത്. നല്ല രസമുണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ. കാരണം എല്ലാവരും കൂടുമ്പോൾ അതിൻ്റെ ഒരു ഇത് വരുന്നത്, പാർട്ടിക്ക് ഒരു ഭംഗി വരുന്നത് തന്നെ ഫാമിലി മൊത്തമായിട്ട് കൂടുമ്പോൾ അല്ലേ. അപ്പോൾ അത് നല്ല പോലെ എല്ലാവരും കൂടി ആസ്വദിച്ച് അങ്ങനെ കേക്ക് കട്ടിങ്ങെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഫോട്ടോസും വീഡിയോസും അങ്ങനെ എല്ലാം എടുക്കാൻ കഴിഞ്ഞ് അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ കൂടുതലായിട്ട് പിന്നെ ഗിഫ്റ്റും കാര്യമെല്ലാം ഉണ്ടായിരുന്നു, അന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. പിന്നെ അപ്പോൾ ഇത്ര തന്നെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.